RDX ആദരവോടെ ഓർക്കുകയാണ് കെ കൊച്ചിനെ. നികത്താനാകാത്ത നഷ്ടമെന്നത് അമിതോപയോഗം കൊണ്ട് അർത്ഥം ചോർന്നുപോയൊരു ഭാഷാപ്രയോഗമാണ്. പക്ഷേ ചില നഷ്ടങ്ങളെപ്പറ്റി പറയാൻ നമുക്ക് പഴയ പ്രയോഗങ്ങൾ തന്നെ വേണം. കെ കൊച്ച് അന്തരിച്ചു. കേരള സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് കെ കൊച്ചിനെ പോലെ മറ്റൊരാളെ പകരം വയ്ക്കാൻ നമുക്ക് ഇന്നില്ല. ശരിക്കും നികത്താനാകാത്ത നഷ്ടം. ദളിത് കീഴാള ജീവിതങ്ങളെ അടയാളപ്പെടുത്താനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മൗലിക ചിന്തയായിരുന്നു കെ കൊച്ച്. സമൂഹത്തിൻ്റെ ചട്ടപ്പടി വ്യവസ്ഥകൾക്കും പ്രത്യയശാസ്ത്ര നിർവചനങ്ങൾക്കും അപ്പുറം ദളിതർ സ്വതന്ത്ര സമുദായമാണ് എന്ന സങ്കല്പം ആദ്യമായി ഉന്നയിച്ച ചിന്തകനായിരുന്നു അദ്ദേഹം. 59 സെക്കൻഡിൽ ആ ജീവിതത്തെ അവതരിപ്പിക്കുക എന്ന സാഹസത്തിന് ഞങ്ങൾ മുതിരുന്നില്ല. RDXൻ്റെ വീഡിയോ ഫോർമാറ്റ് അതായതുകൊണ്ട് മാത്രം 59 സെക്കൻഡിൽ കൊച്ചേട്ടനെക്കുറിച്ച് ചില ചിന്തകൾ കണ്ടുവരാം. ദളിതനെന്ന ആത്മകഥ കെ കൊച്ച് എഴുതി തുടങ്ങുന്നത് സവർണ മാടമ്പിമാരുടെ നീചമായ അനീതികളെ ഓർത്തെടുത്താണ്. ഒപ്പം ക്രൈസ്തവ ജന്മിമാരുടെ ധാർഷ്ട്യവും എതിർപോരാട്ടവും അതിലുണ്ട്. തൊപ്പിപ്പാള സംഘം പുലയർ അടക്കമുള്ള ദളിതരോടും കമ്മ്യൂണിസ്റ്റുകളോടുമായി നടത്തിയ വെല്ലുവിളി മുദ്രാവാക്യമാണല്ലോ തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളിൽ കഞ്ഞി കുടിപ്പിക്കുമെന്നത്. വടയാറും മുളന്തുരുത്തിയും നീണ്ടൂരുമായിരുന്നു അതെഴുതുമ്പോൾ കൊച്ചിന്റെ മനസ്സിൽ. 1949 ഫെബ്രുവരി 2 കോട്ടയം ജില്ലയിൽ കല്ലറയിൽ ജനിച്ചു. വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ പേരിൽ 16 ദിവസത്തെ ജയിൽ ശിക്ഷ മുതൽ അടിയന്തരാവസ്ഥക്കാലത്തെ മാസങ്ങൾ നീണ്ട ഒളിവുവാസം വരെ ഒരേ സമയം ഇടതുധാരയോട് ചേർന്ന് നടന്നും കലഹിച്ചും കൊച്ച് നിരന്തരം സംസാരിച്ചു, എഴുതി. പൂർവ്വഭാരങ്ങളില്ലാത്ത തെളിഞ്ഞ ബൗദ്ധിക ജീവിതം. ജനിച്ച ദേശത്തെ പൂർവ്വ പരമ്പരകളുടെ മണ്ണിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതി. മധുരവേലി എന്ന ദേശം പണ്ട് മാർക്കേസിന്റെ മാക്കൊണ്ട പോലെ ഏകാന്തവും വിജനവുമായിരുന്നു. കൊച്ചിന്റെ വായനയുടെ ആഴം ഇതിലുണ്ട്. ജാതി വിവേചനം വീണ്ടും കളം നിറയുന്ന ഈ കാലത്താണ് കൊച്ചിന്റെ നഷ്ടം. പക്ഷേ ഇത് കൊച്ച് എന്ന് വെച്ചാൽ ചെറുത് എന്നാണ് മലയാള ഭാഷയിൽ. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ജീവിതം ജീവിച്ച ശേഷമാണ് അദ്ദേഹം ഇന്ന് വിടവാങ്ങുന്നത്. നമ്മൾക്ക് വ്യക്തിപരമായി തന്നെയും അറിയാവുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇങ്ങനൊരു കൊച്ചേട്ടൻ വിടവാങ്ങിയെന്നത് പെട്ടെന്ന് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലും നമ്മളിങ്ങനെ ഇന്ന് അവതരിപ്പിക്കേണ്ടി വരുമെന്ന് നേരത്തെ കരുതിയതല്ല. വലിയ ഒരു ജീവിതമാണ്. ആപൽക്കരമായി കർമ്മം ചെയ്ത കൊച്ചേട്ടൻ എന്ന് നമ്മുടെ ഡാറ്റ ടീം എഴുതിയിട്ടുണ്ട്. പ്രത്യയശാസ്ത്ര മനുഷ്യനായിരുന്ന കെ കൊച്ച് നിശ്ചയമായിട്ടും പ്രത്യയശാസ്ത്ര മനുഷ്യനായിരുന്നു. പ്രതിഷേധവും സമര പോരാട്ടവും നിരന്തര വായനയും കെ കൊച്ചിനെ അറിയുന്ന ആളുകൾക്കെല്ലാം ആ കാര്യം അറിയാം. സാമൂഹ്യ അനീതികളോട് അസാധാരണമായി പൊരുതിയ പോരാളി എന്ന് തന്നെ അദ്ദേഹത്തെ പറയണം. ആദിവാസി മനുഷ്യാവകാശ പരിസ്ഥിതി പോരാട്ടങ്ങൾ എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇടത് പ്രസ്ഥാനങ്ങളുടെ സഹയാത്രികനും വിമർശകനുമായിരുന്നു അദ്ദേഹം. സഹയാത്രികനും വിമർശകനും സാധാരണ സാധ്യമല്ലാത്ത ഒരു കോമ്പിനേഷനായിരുന്നു അത്. പോരാട്ടവും പ്രക്ഷോഭവും ഒപ്പം വിജ്ഞാനവും ചിന്തയും കെ കൊച്ച് അതായിരുന്നു. ദളിതർ സ്വതന്ത്ര സമുദായമാണ് എന്ന സങ്കല്പം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. അല്ലെങ്കിൽ ആ സാമാന്യവൽക്കരണങ്ങൾക്ക് വഴങ്ങാത്ത ചിന്തകൻ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഉള്ളിൽ കെ കൊച്ചിൻ്റെ ചിത്രം വരും. സാമൂഹ്യ സംഘാടനത്തിലും സാഹിത്യത്തിലും അതുല്യമായ സംഭാവനകൾ കൊച്ചിൻ്റെ ഭാഗത്ത് നിന്ന്, കൊച്ചേട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഭരണസമിതി അംഗം എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സ്തുത്യർഹമായ സേവനമാണ്. 2021 കേരള സാഹിത്യ അക്കാദമി അദ്ദേഹത്തിന് സമഗ്ര സംഭാവന പുരസ്കാരം നൽകി. ചരിത്രം, സാമൂഹ്യശാസ്ത്രം, സാഹിത്യ നിരൂപണം എന്തൊക്കെ കാര്യങ്ങളിലാണ് അദ്ദേഹം മാർക്സിസം, അംബേദ്കറിസം, ഗാന്ധിസം അങ്ങനെ പരസ്പര വിരുദ്ധമെന്ന് പൊതുവിൽ കണക്കാക്കപ്പെടുന്ന മേഖലകളിലെല്ലാം ഫെമിനിസം, ഭരണഘടന, ഭാഷാശാസ്ത്രം അങ്ങനെ എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെതായുള്ള ചില ചിന്തകൾ അവശേഷിപ്പിച്ചു. സാഹിത്യവും സിനിമയും അടക്കമുള്ള മേഖലകളിലേക്കെല്ലാം കെ കൊച്ചിൻ്റെ ചിന്തകളുണ്ടായിരുന്നു. ദേശീയതയ്ക്കൊരു ചരിത്ര പാഠം, കേരള ചരിത്രവും സമൂഹ രൂപീകരണവും തുടങ്ങിയ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. കലാപവും സംസ്കാരവും, ഇടതുപക്ഷമില്ലാത്ത കാലം തുടങ്ങി നിരവധി സംഭാവനകളുണ്ട്. ദളിതൻ മലയാളത്തിൽ സമാനതകളില്ലാത്ത ആത്മകഥാവിഷ്കാരമാണ് അദ്ദേഹത്തിൻ്റേത്. ദളിതൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. CDN എന്ന ഒരു സംഘടനയുടെ ഭാഗമായിട്ട് ഒപ്പം ഇന്ത്യൻ ഡെമോക്രാറ്റ് തുടങ്ങിയ നവംബർ ബുക്സ്, സബ്ജക്റ്റ് ആൻഡ് ലാംഗ്വേജ് പ്രസ് എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ ദീർഘമായുള്ള 74 വയസ്സ് അദ്ദേഹം മരിക്കുമ്പോൾ ദീർഘമായുള്ള കാലത്തിനിടെ അദ്ദേഹം കേരളത്തിൻ്റെ സാമൂഹിക പരിണാമത്തിൻ്റെ അളവുകോലായിട്ടുള്ള ജീവിതമാണ് അദ്ദേഹം. ആ ചിന്ത തുടരും എന്നാണ് നിശ്ചയമായിട്ടും നമ്മൾ കാണേണ്ടത്. നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇന്ത്യ വിഷനിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങളുടെ ആ കാലത്തെ സ്ഥിരം ചർച്ചാ പാനലിസ്റ്റായിരുന്നു കൊച്ചേട്ടൻ. വളരെ സൗഹൃദത്തോടു കൂടി സംസാരിക്കുക, എതിർക്കുന്ന ആളുകളോട് പോലും വളരെ സൗമ്യതയോടെ
സംസാരിക്കുക. ഇന്നിപ്പോൾ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ പക്ഷത്തൊന്നും അല്ലാത്ത ഒരുപാട് ആളുകൾ കെ കെ കൊച്ചിനെ വളരെ ആദരവോടെ ഓർമ്മിക്കുന്നത് കണ്ടു അല്ലേ? അതെ അതെ. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അദ്ദേഹം ഒരേ സമയം അംബേദ്കറായിട്ട് ആയിരിക്കുകയും അതേസമയം തന്നെ അദ്ദേഹം ഇപ്പുറത്ത് മാർക്സിസ്റ്റായി ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ കരുതാവുന്ന തരത്തിലാണ് അദ്ദേഹം കാര്യങ്ങളെ അവതരിപ്പിച്ചു കൊണ്ടിരുന്നത്. ഓരോ ഭാഗത്തു നിന്നും അനീതിക്കെതിരായ, അതല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിലെ സമൂഹത്തെ, അത് ഇപ്പോൾ ദളിത് സമൂഹത്തെ മാത്രം എന്നല്ല അദ്ദേഹം നോക്കിക്കാണുന്നത്, സമ്പൂർണ്ണമായി തന്നെ നോക്കിക്കണ്ട് അദ്ദേഹം ഈ വിഷയങ്ങളെ അവതരിപ്പിച്ചിരുന്നു. നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ചിന്തകൻ എന്ന് തന്നെ വേണം നമുക്ക് അദ്ദേഹത്തെ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വിലയിരുത്താൻ. ഏറ്റവും ഒടുവിൽ അദ്ദേഹം സജീവമായി ഫേസ്ബുക്കിൽ ഈ ഓരോ സമയത്തും നടക്കുന്ന ആനുകാലിക വിഷയങ്ങളിൽ അദ്ദേഹം സൂക്ഷ്മമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു, സംവദിക്കുകയും ചെയ്തിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരേ സമയം ഇടത് വിമർശകനായിരിക്കുകയും ഇടതുപക്ഷമായിരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഭൂപരിഷ്കരണ നിയമം അടക്കമുള്ള വിഷയങ്ങളിൽ വളരെ കൃത്യമായ വിമർശനം അദ്ദേഹത്തിന് ഇടതുപക്ഷത്തോടുണ്ടായിരുന്നു, കേരളത്തിലെ ഇടതുപക്ഷത്തോടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ 3 സെൻറ്റ് 5 സെൻറ്റ് 10 സെൻറ്റ് കോളനികളിലേക്ക് ഈ ദളിതർ ചുരുങ്ങേണ്ടി വന്നത് അവർക്ക് ഭൂവുടമസ്ഥത ലഭിക്കാത്തത് കൊണ്ടാണ്. അന്നത്തെ പാട്ടക്കാർക്കും വാരക്കാർക്കും ഒക്കെ ഭൂവുടമസ്ഥത ലഭിച്ചു, മറ്റ് സമുദായക്കാർ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഈ കാരാഴ്മ ക്ഷേത്രത്തിൽ കീഴ്ജാതിക്കാരന് കിട്ടാതെ പോയത് എന്നത്. അവരവിടെ ഇല്ലായിരുന്നു. ഇല്ലാത്ത ഒരു സ്ഥലത്തെ കാരാഴ്മ എങ്ങനെയാണ് കിട്ടുക, അല്ലെങ്കിൽ അവരുടെ ഒരു അവകാശം എങ്ങനെയാണ് കിട്ടുക? അത് തന്നെയാണ് ഭൂപരിഷ്കരണത്തിൽ വേറൊരു തരത്തിൽ സംഭവിച്ചത്. കാരണം ഭൂപരിഷ്കരണത്തിൽ ഈ പാട്ടക്കാരും വാരക്കാരുമായിട്ട് ദളിതനില്ലായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും ഭൂവുടമസ്ഥത അവർക്ക് ലഭിച്ചില്ല. ഈ വിമർശനം അദ്ദേഹം സൂക്ഷ്മമായി അന്നും ഇന്നും ഉയർത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ വീഴ്ച സംഭവിച്ചു. അതിനെ തിരുത്താൻ മാർക്സിസ്റ്റ് പാർട്ടികൾക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിഞ്ഞില്ല. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഉണ്ടായിരുന്ന ദളിത് നേതൃത്വത്തിനും അത് കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അതേസമയം ഈ പുതിയ കാലത്തേക്ക് വരുമ്പോൾ, ഈ കാലത്തും ആ വിമർശനം നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ജീവിക്കുന്നു. പുതിയ കാലത്തേക്ക് വരുമ്പോൾ അദ്ദേഹം ശബരിമല പ്രക്ഷോഭമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഏതാണ്ട് ഈ പറയുന്ന അന്നത്തെ സർക്കാരിൻ്റെ നിലപാടിനോട് സമ്പൂർണ്ണമായി ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ വാദങ്ങൾ അവതരിപ്പിക്കുക എന്നത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും കൗതുകകരമായ കാര്യം കേരളയിൽ വന്ന സമയത്താണ്. കേരളയിലെ എതിരെ കണ്ട സമരമായിരിക്കും ഒരുപക്ഷെ കേരളത്തിൽ പ്രതിപക്ഷം ഏറ്റവും ശക്തമായി ഈ കഴിഞ്ഞ 9 വർഷം പിന്നിടുന്ന ഇടത് സർക്കാരിനെതിരെ ഉയർത്തിയ ഏറ്റവും വലിയ സമരം കേരളയിൽ വിരുദ്ധ സമരമാണ്. ആ സമരം അങ്ങനെ നടക്കുമ്പോൾ, അങ്ങനെ ഒരു സമൂഹം ഒറ്റക്കെട്ടായി സമരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെ എതിർപക്ഷത്ത് അദ്ദേഹം ഉറച്ചു നിലയുറപ്പിച്ചു. അതിന് എനിക്ക് തോന്നുന്നത് കേരളയിൽ വിഷയത്തിന് ഒരു അദ്ദേഹം ഈ സർക്കാരിന് അനുകൂലമായി ഒരു പ്രത്യയശാസ്ത്ര വ്യാഖ്യാനം കൊടുത്തത് കെ കെ കൊച്ചായിരിക്കും. അത് കാരണം അത് ഈ പറഞ്ഞ പിന്നോക്കക്കാരൻ്റെയും ദളിതൻ്റെയും ഒക്കെ ഉന്നമനത്തിന് എങ്ങനെ ഉതകുന്നതാണ് കേരളയിലെന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചു എന്ന അത്ഭുതകരവും കൗതുകകരമായിട്ടുള്ള സ്റ്റാൻഡാണ് അദ്ദേഹം എടുത്തത്. ഇതിപ്പോൾ അംബേദ്കർ പൊളിറ്റിക്സ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കുറെ കൂടെ ആളുകൾ സജീവമായിട്ട് പിന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തെ ഒരുപക്ഷെ ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ചും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അംബേദ്കർ പൊളിറ്റിക്സ് ഒക്കെ കുറെ കൂടെ സജീവമായിട്ട് പറയാൻ തുടങ്ങിയ ഒരു കാലമാണല്ലോ. പ്രത്യേകിച്ചും അവിടെ ഹിന്ദുത്വ സർക്കാർ RSSൻ്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ വന്നപ്പോൾ അതിനെതിരായിട്ടൊരു ബദൽ എന്ന നിലക്ക് ഇവർക്കെല്ലാം എടുത്തു വെക്കാനുള്ള ഇപ്പോൾ അംബേദ്കർ പൊളിറ്റിക്സ് കൂടിയാണ് എല്ലാവർക്കും, കോൺഗ്രസിനും CPM-നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊക്കെ. പക്ഷേ അത് അത്രക്ക് പോപ്പുലർ അല്ലാതിരുന്നൊരു കാലത്ത് അംബേദ്കർ പൊളിറ്റിക്സിനെ കുറിച്ചും കാൻഷീറാം ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ചും പിന്നീട് മായാവതി വന്നപ്പോൾ ഉണ്ടായ മാറ്റത്തെക്കുറിച്ചും പിന്നീട് അത് തകർന്നു പോയതിനെക്കുറിച്ചൊക്കെ വളരെ സജീവമായിട്ട് സംസാരിക്കുകയും മറ്റും ചെയ്ത ആളാണ്. ആ മേഖലയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് മാത്രമല്ല, മറ്റ് നിരവധിയായിട്ടുള്ള ശ്രേണികളിൽ നിന്ന് വരുന്ന രാഷ്ട്രീയ ശ്രേണികളിൽ നിന്ന് വരുന്ന ആളുകൾക്കെല്ലാം വേണ്ട ഇൻപുട്ട് കൊടുത്തിരുന്ന ഒരാളായിരുന്നു. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പം വാളയാർ, ഞാനിപ്പോൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വാളയാർ പെൺകുട്ടികളുടെ അമ്മ ഇപ്പോൾ സമീപകാലത്ത് വലിയ ചർച്ചയായല്ലോ. ഞാനിപ്പോൾ ഒരു അഭിമുഖം സമകാലിക മലയാളത്തിൽ സതീഷ് സൂര്യൻ നടത്തിയ ഒരു അഭിമുഖം വായിച്ചു നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വാളയാർ പെൺകുട്ടികളുടെ സമരത്തെ അദ്ദേഹം നഖശികാന്ത് എതിർക്കുകയാണ് അക്കാലത്ത്. ഇന്നിപ്പോൾ ആളുകൾ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ അന്ന് വാളയാർ പെൺകുട്ടികളുടെ അമ്മയുടെ സമരത്തെ എതിർക്കുക എന്നത് വല്ലാത്ത തോതിൽ ആക്രമണം ഏറ്റുവാങ്ങേണ്ടുന്നൊരു കാര്യമാണ്. അത് അദ്ദേഹം ചെയ്തു. ഇപ്പോൾ പറഞ്ഞ കേരളയിൽ അപ്പോൾ അദ്ദേഹത്തിന് ഭയം ഉണ്ടായിരുന്നില്ല. അതായത് എല്ലായ്പ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് മറ്റുള്ളവരെന്ത് കരുതുമെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള നിലപാടെടുക്കാൻ അദ്ദേഹം ഒരു കാലത്തും മടി കാണിച്ചിട്ടില്ല എന്നുകൂടെ വേണം മനസ്സിലാക്കാൻ. എനിക്ക് തോന്നുന്നു നമുക്ക് അദ്ദേഹത്തിന് ആദരവ് കൊടുത്ത് അടുത്ത വിഷയത്തിലേക്ക് പോകണം. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മൃദു വലതുപക്ഷം, CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷം, ഇങ്ങനെ കർക്കശമായി വേർതിരിഞ്ഞ് നിൽക്കുന്ന രണ്ട് ധാരകളുള്ള സാംസ്കാരിക ആയിരുന്നു നമ്മുടെ നാടിൻ്റേത്. സംഘപരിവാര സംഘടനകളുടെ തീവ്ര വലതുപക്ഷ നിലപാട് പതുക്കെ ശക്തിയാർജിച്ച് വരുന്നേ ഉള്ളൂ. ഇപ്പോഴും ആദ്യം പറഞ്ഞ മൃദു വലതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനും ഒപ്പം ചേരിതിരിഞ്ഞ് നിൽക്കുന്ന സാംസ്കാരിക നായകർക്കാണ് കേരളത്തിലെ എക്കാലത്തും വിസിബിലിറ്റി കിട്ടിയിരുന്നത്. അങ്ങനെ അല്ലാത്ത അപൂർവം പേരിൽ ഒരാളായിരുന്നു കെ കെ കൊച്ച്.
കേരളത്തിൽ മുഖ്യധാര സാംസ്കാരിക വഴി അല്ലായിരുന്ന ദളിത് രാഷ്ട്രീയ ധാരയിൽ നിന്ന് തന്നെ അദ്ദേഹം പൊതുസമൂഹം ശ്രദ്ധിക്കുന്ന വലിയ ബുദ്ധിജീവിയായി മാറി. നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഗുണപരമായ മുന്നോട്ടുപോക്കിന് വലിയ സംഭാവനകൾ നൽകി. അസാധാരണമാം വിധം കരുത്തുറ്റ ധിഷണയായിരുന്നു അദ്ദേഹത്തിൻ്റേതെന്നതിനാൽ അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരെ ഞെട്ടിക്കും വിധത്തിൽ അസാധാരണമായ നിലപാടുകളും എടുക്കാനുമായി. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പക്ഷത്തുള്ളവർക്കും ബഹുമാന്യനാവുകയും ചെയ്തു കെ കെ കൊച്ച്. RDX അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മറ്റൊരു വിഷയത്തിലേക്ക്.